വഴി ചോദിച്ച് ഇനി ഗൂഗിൾ മാപ്പ് ഒന്നും തേടേണ്ട ആവശ്യമില്ല കേട്ടോ. വേറൊരാളെ കൂടെ കൂട്ടിയാൽ മതി എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് നിങ്ങൾ മേഘാലയയിലൊക്കെ പോവാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ കൂടെ കൂട്ടേണ്ട ഒരാളുണ്ട്. മലയാളി ആയിട്ടുള്ള മേഘാലയക്കാരനാണ് കേട്ടോ കൂടെ ഉള്ളത്. ഏറ്റവും അട്രാക്ട് ചെയ്യിക്കുന്ന ഒന്ന് അവിടുത്തെ മനുഷ്യരാണ്. അവർ ഭയങ്കര നാച്ചുറലിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. പ്ലാസ്റ്റിക് ഒന്നും നിങ്ങൾ കാണൂല. ടൂറിസ്റ്റ് ഇട്ട പ്ലാസ്റ്റിക് അല്ലാണ്ട് ലോക്കൽസ് ഇട്ട പ്ലാസ്റ്റിക് നിങ്ങൾ കാണൂല അവിടെ. ഇപ്പൊ എത്ര വർഷമായിട്ട് മേഘാലയയിലുണ്ട്? ഇതാ ഇപ്പൊ 3.5 വർഷം ആവുന്നു. 3 വർഷം കഴിഞ്ഞു. അവിടെ ഇപ്പൊ ട്രാവൽ ഏജൻസി നടത്തുകയാണ്. നാഗാലാൻഡിൽ ഒരു ഹോം സ്റ്റേ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തില് 7 സിസ്റ്റേഴ്സിൽ ഒരു കൈ കടത്താനുള്ള ശ്രമമാണല്ലേ? ഓ, നമ്മള് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. അറിയാം. ആദ്യമായിട്ടൊരു മലയാളിയുടെ ചായക്കട ഇട്ടത് ഞാനാണ് കഴിഞ്ഞ വർഷം. അടിപൊളി. എനിക്ക് യാത്ര മതി, എനിക്ക് യാത്ര ചെയ്യണം, അങ്ങനെ ഒരു തോന്നൽ എപ്പോഴായിരുന്നു ഉണ്ടായത്? 2019 ഞാൻ ഫസ്റ്റ് ട്രാവൽ ചെയ്യാൻ ഇറങ്ങിയത്. അന്ന് എത്ര വയസ്സായിരുന്നു? അന്ന് 21 വയസ്സ്. ആടാ, അടിപൊളി. യാത്രയല്ല, മഞ്ഞ് കാണണം എന്നുള്ളതായിരുന്നു. എവിടെ സ്നോ ഉണ്ടെന്നായിരുന്നു ഞാൻ ഗൂഗിൾ ചെയ്ത്. അന്ന് എനിക്കൊന്നും അറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എവിടെയാണ് സ്നോ ഉള്ളത്, ഏത് മാസമാണ് സ്നോ ഉള്ളത് എന്നാണ് നോക്കിയത്. ഹിമാചലിൽ സ്നോ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഫ്രണ്ടിനായിട്ട് പോവാൻ നിന്നു. പിന്നെ അവനില്ലാന്ന് പറഞ്ഞപ്പോ സോളോ ഇറങ്ങി. സോളോ പോയി മഞ്ഞ് കണ്ടപ്പം ഭയങ്കര സന്തോഷായി. പിന്നെ അവിടെ 1 മാസം ഞാൻ അവിടെ നിന്നു. ദൈവമേ, വീട്ടിൽ നിന്നൊക്കെ സമ്മതിച്ചോ ആ സമയത്ത്? വീട്ടിൽ നിന്നൊക്കെ ഞാൻ കൈയും കാലും പിടിച്ച് സമ്മതിപ്പിച്ചു. ഇങ്ങനെ യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള അനന്തകൃഷ്ണന്റെ അടുത്ത് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. പക്ഷെ ഇപ്പോഴല്ല, പാട്ടിന് ശേഷം. ക്ലബ് എഫ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമിയാണ് കൂടെ. ഇവിടെ ടൺ കണക്കിന് ഫാൻ. നീല കളറിലെ വെള്ളങ്ങളും വാട്ടർഫോൾസും കേവുകളും ഒക്കെ വേറെ ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്തൊരു സ്ഥലമാണ് മേഘാലയ. ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ടേ ഒരു ആഗ്രഹം തോന്നുകയാണ് മേഘാലയ ഒന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ ഏത് നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്? 7907938437. ഓക്കെ, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അടിപൊളിയാണ്. പിന്നെന്താ, നമ്മൾക്കിപ്പോ സ്ട്രേഞ്ചേഴ്സിന്റെ ഗ്രൂപ്പ് പാക്കേജസ് ഉണ്ട്. സോ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ തന്നെ ഗൈഡ് ആയിട്ട് പോവാട്ടിന്ന് മേഘാലയ ഒരു 5 ദിവസം മേജർ എല്ലാ സ്പോട്ടുകളും കവർ ചെയ്യും. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഹിഡൻ സ്പോട്ടുകളുണ്ട്, ആരും കാണിക്കാത്ത സ്പോട്ടുകളുണ്ട്, അവിടെയും നമ്മൾ കൊണ്ടുപോകും. പിന്നെ കാട്ടിൽ കയറി എനിക്ക് മനുഷ്യരെക്കാട്ടി സേഫ് കാട്ടിനുള്ളിൽ ഞാൻ 100% സേഫ് ആണെന്നുള്ളൊരു സോ അതിക്ക് 100% കോൺഫിഡന്റ് ആണ്. ഏത് കാട്ടിൽ കയറിയാലും ഒന്നും പറ്റൂല എന്നുള്ളൊരു കോൺഫിഡന്റ് ആണ്. അവിടെ ഏതെങ്കിലും കയറി സെറ്റടിച്ച് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് അങ്ങോട്ട് എൻജോയ് ചെയ്യാന്നല്ലേ. അടിപൊളി. അനന്തകൃഷ്ണ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയതല്ലേ, സംസാരിക്കാൻ പറ്റിയതല്ലേ. അപ്പൊ ഇനി കുറെ പേരൊക്കെ അനന്തകൃഷ്ണനെ വിളിച്ചിട്ട് മേഘാലയയിലേക്ക് ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യട്ടെ. ശരി, അപ്പൊ അടിപൊളി ആവട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ക്ലബ് എഫ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമി കൂടെയുണ്ട്. ഇനി പാട്ടാണ്. ഇവിടെ ടൺ കണക്കിന് ഫാൻ.